ഈ സദസ്സിൽ ധാരാളം സഹോദരിമാരുണ്ടാവും. ഏറ്റവും കൂടുതൽ വിഷമം സ്ത്രീകൾക്കാണ്. കാരണം അവരോട് വന്നിട്ട് മറ്റു സ്ത്രീകൾ വന്നിട്ട് ഈ വിഷയം ചോദിക്കുള്ളൂ, വേറെ ഒന്നും ചോദിക്കൂല. കുട്ടികളില്ലാത്തവരെ കണ്ട പിന്നെ ചില പെണ്ണുങ്ങൾക്ക് ഇളക്കാണ്. അവരോട് വന്നിട്ട് ഒന്നും ആയില്ലേ, വിശേഷമായിട്ട് തന്നെ നിങ്ങൾ സ്വർണത്തിന്റെ വളയായിട്ട് വരുമോ, ചുമ്മാ വെറുതെ ചോദിക്കുകയാണ്. ഇളക്കം ഇവരിങ്ങനെ മാനസികമായിട്ട് ഇങ്ങനെ വ്രണപ്പെടുത്തുക, പ്രയാസപ്പെടുത്തുക. അത് ചില പെണ്ണുങ്ങൾക്കുള്ള സോക്കേടാണ്. ആ അസുഖം നിങ്ങൾ മാറണം, നിർബന്ധമായിട്ടും മാറ്റേണ്ട സ്വഭാവമാണ്. കാരണം നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ വന്നു, നിങ്ങളോടാണ് ഇത് ചോദിക്കുന്നത് എങ്കിൽ ആ ഒരു ചിന്ത മതി. നമ്മളാണ് ആ ഒരു പൊസിഷനിലെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കും. 10 വർഷമായിട്ട് നിൽക്കുകയാണ്, കുട്ടികളില്ലാതെ. അവരെല്ലാ ചികിത്സയും ചെയ്യുന്നുണ്ട്, ദിക്ർ എടുക്കുന്നുണ്ട്, ഔറാദ് കൊണ്ട് മാനസികമായ വിഷമത്തിൽ മുന്നോട്ട് പോവാണ്. അപ്പോഴും കാണുമ്പോൾ 10 പേരുടെ മുന്നിൽ വെച്ച് കുഞ്ഞിന് വിശേഷമൊന്നും ആയില്ലേ, ഇവർ വിശേഷം ഉണ്ടാക്കി കൊടുക്കാൻ നിൽക്കുകയാണ്. എന്ത് കാര്യത്തിനാണ്? ഈ ആവശ്യമില്ലാത്ത വർത്താനാണ് ഈ ഉമ്മത്തിന് ഏറ്റവും വലിയ പ്രശ്നം. അള്ളാഹു നമ്മളൊക്കെ ആക്കട്ടെ. അവരുടെ സങ്കടവും വിഷമവും അവർക്കറിയാം. അവർ മാനസികമായി പ്രയാസപ്പെടാൻ ആ പെണ്ണിന്റെ മനസ്സിൽ ഇടുത്തി കൊടുക്കുകയാണ് ഈ സഹോദരിയുടെ ഭാഗത്ത്. ഒരിക്കലും നമ്മൾ ഗുണം ചെയ്യൂല ഇതൊന്നും. നമ്മുടെ നാവും മര്യാദയ്ക്ക് നന്നാക്കുക സഹോദരിമാരെ. ശ്രദ്ധിക്കുക നിങ്ങൾ. എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത വർത്തമാനം? എന്തിനാണ് ഈ വെറുപ്പ് സമ്പാദിക്കുന്നത്? പരസ്പരം സ്നേഹവും സൗഹാർദ്ദവുമായി നിലകൊള്ളിൻ. എത്ര കാലം ഇവിടെ ജീവിതമുണ്ട്? ആകെ 30-40 കൊല്ലമേ ജീവിക്കുള്ളൂ. അതിനപ്പുറത്തേക്കൊന്നും ജീവിതമില്ല. മനസ്സിലാക്കണം. ഒരുപാട് കാലമൊന്നും ഇവിടെ ജീവിതമില്ല. ഈ കുറഞ്ഞ കാലഘട്ട ജീവിതത്തിൽ പരസ്പരം സ്നേഹം പങ്കിട്ടുകൊണ്ട് ജീവിക്കുക. വെറുപ്പും വൈരവും വിദ്വേഷവും മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് കൊടുക്കാതെ. ഇതൊക്കെ രസമായിട്ട് കാണുന്നവരുണ്ട്. ഇതൊന്നും ഒരു രസമല്ല. ഇതൊക്കെ നിങ്ങളുടെ ആഖിറത്തിൽ ചോദ്യം ചെയ്യപ്പെടും. ഈ വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, റഅയ്തുൻ നാർ വറഅയ്തു അക്സറ അഹ്ലിഹാ അന്നിസാ. കത്തിച്ചുരയ്ക്കുന്ന നരകം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടുപോയി സാബ. ആ നരകത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടത് സ്ത്രീകളെയാണ്. വറഅയ്തു ഫിഹാ ഇംറഅതാ. അതിലൊരു പെണ്ണിനെ ഞാൻ കണ്ടു. മുഅല്ലിഖതൻ ലിസാനഹാ ഇലൽ ഉസ്തുവാനതി മിനൻ നാർ. നരകത്തിലെ നടുക്കളത്തിലുള്ള തൂണിലേക്ക് അവളുടെ നാവിനെ വലിച്ചു കെട്ടപ്പെട്ടതായിട്ടാണ് കണ്ടത്. നരകത്തിലെ തീജ്വാലകൾ പടർത്തിയിട്ടുള്ള തൂണിലേക്ക് അവളുടെ നാവിനെ വലിച്ചു കെട്ടപ്പെട്ടതായി ഞാൻ എന്റെ കണ്ണുകൾ കണ്ടുപോയി സാബ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ഫഖുൽതു ലിജിബ്രീൽ മൻ ഹാദിഹി യാ ജിബ്രീൽ. ആരാണ് ജിബ്രീലേ ഈ പെണ്ണ്? ഈ ഹതഭാഗിയായ പെണ്ണ് ഏതാണ്? നരകത്തിന്റെ നടുക്കളത്തിൽ തീജ്വാലകൾ പടർത്തപ്പെട്ട തൂണിലേക്ക് നാവിനെ വലിച്ചു നീട്ടി കെട്ടിയിട്ടിരിക്കുന്ന ഈ പെണ്ണ് ഏതാണ്? വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ടല്ലോ അവളെന്ന് അല്ലാഹുവിന്റെ റസൂൽ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിയോട് പറയുകയാണ്, യാ റസൂലല്ലാഹ് വയാ ഹബീബല്ലാഹ് ഹദിഹി ബദിയത്തുൽ ലിസാൻ ഐ തവീലത്തുൽ ലിസാൻ യാ റസൂലല്ലാഹ്. നാവിന് നീളമുള്ള പെണ്ണാണ് റസൂലേ. അഥവാ ദുനിയാവിൽ നാട്ടുകാരോട്, കൂട്ടുകാരോട്, സമൂഹത്തോട് മറ്റുള്ളവരെ കുറിച്ച് അപഹസിച്ചും കളിയാക്കിയും പുച്ഛിച്ചും നടന്നുകൊണ്ട് എല്ലാവരുടെയും മുന്നിൽ ആളാവാൻ കൊച്ചു വർത്തമാനം പറഞ്ഞുകൊണ്ട് നടന്നതായ പെണ്ണാ. അവളെയാണ് നരകത്തിന്റെ നടുക്കളത്തിലേക്ക് ഇങ്ങനെ വലിച്ചു കെട്ടിയിരിക്കുന്നത് എന്ന് ജിബ്രീൽ എന്നോട് പറഞ്ഞുവെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് ആവശ്യമില്ലാത്തത് സംസാരിക്കരുത്. നബി തങ്ങൾ പറഞ്ഞല്ലോ, നാവും ലൈംഗിക അവയവവും ഈ 2 അവയവം സൂക്ഷിക്കാമെന്ന് ഏതെങ്കിലും ആൺകുട്ടി എനിക്ക് ജാമ്യം നിന്നാൽ അൽമൻ ലഹുൽ ജന്ന, അവന് ഞാൻ സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കാമെന്ന് മുഹമ്മദ് മുസ്തഫ. എന്താണ് ഹദീസാണ്, ഞാൻ വെറുതെ പറയല്ല. ഹദീസ് പറഞ്ഞുതരാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മയ്യളമല്ലി മാ ബൈന ലിഹയൈഹി വമാ ബൈന ഫഖദൈഹി അൽമൻ ലഹുൽ ജന്ന, അൽമൻ ലഹുൽ ജന്ന. താടിയല്ലുകൾക്കിടയിലുള്ള നാവിനെയും തുടയല്ലുകൾക്കിടയിലുള്ള ലൈംഗിക അവയവത്തെയും ആരെങ്കിലും ഹറാമിനെ തൊട്ട് സൂക്ഷിക്കാമെന്ന് എന്നോട് ജാമ്യം നിന്ന കാസർഗോഡുള്ളതാകുന്ന ചെറുപ്പക്കാരോട്, സഹോദരിമാരോട് സ്നേഹത്തോടുകൂടി കുമ്മനമസാദ് ചോദിക്കാനുള്ളത്, 1400 വർഷം മുമ്പ് റസൂലുള്ളാഹി നടത്തിയ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറുള്ള ചെറുപ്പക്കാരുണ്ടോ?
നാവിനെ സൂക്ഷിക്കാൻ കഴിവുള്ള ആൺകുട്ടികളുണ്ടോ? നാവിനെ ശ്രദ്ധിക്കാൻ കഴിയുന്ന പെൺകുട്ടികളുണ്ടോ? ലൈംഗിക അവയവത്തെ പരിപൂർണമായ ഹറാമിനെ തൊട്ട് സൂക്ഷിക്കാൻ ആരൊരുവന് തയ്യാറുണ്ടോ? രണ്ട് അവയവം സൂക്ഷിച്ചാൽ മതി, രണ്ട് അവയവം സൂക്ഷിച്ചാൽ മതി, സ്വർഗമുറപ്പാണ്. ഒന്ന് നാവാണ്, താടിയല്ലുകൾക്കിടയിലുള്ള നാവ്. രണ്ടാമത്തത് തുടയല്ലുകൾക്കിടയിലുള്ളതാകുന്ന ലൈംഗിക അവയവമാണ്. ഈ രണ്ടും സൂക്ഷിക്കാമെന്ന് ആരെങ്കിലും എന്നോട് ജാമ്യം നിന്നാൽ അൽമല്ലഹുൽ ജന്ന, അവന് ഞാൻ സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കാമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഏറ്റെടുക്കാൻ തയ്യാറുള്ള ആൺകുട്ടികളുണ്ടോന്നാ ചോദ്യം. അതിലേക്കാണ് വരേണ്ടത് ആൺകുട്ടികൾ മുന്നോട്ട്. അല്ലാതെ സുബഹിവരെ പന്ത് കളിക്കുക ഉസ്താദേ, ആർക്കാണ്? അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. സുബഹി വരെ നിസ്കരിക്കാൻ പറ്റുമോ? ഖുർആൻ ഓതാൻ പറ്റുമോ? ദിക്ർ ചെല്ലാൻ പറ്റുമോ? അങ്ങനെ ചെയ്തിരുന്ന സാലിഹീങ്ങളുള്ള ഒരു തലമുറയല്ലേ നമുക്കിവിടെ നഷ്ടപ്പെട്ടു പോയത്. നമ്മൾ പറയും എന്റെ വല്ലിപ്പ നല്ല സാലിഹാണ്, എന്റെ വല്ലുമ്മ നല്ല സാലിഹാണ്, എന്റെ ഉമ്മ സാലിഹത്താണ്, എന്റെ വാപ്പ സാലിഹാണ്. പിന്നെ എവിടുന്നാണടാ പിഴച്ചത്? എവിടുന്നാ പിഴച്ചത്? പറ. എവിടെ മുതലാ മക്കള് പിഴയ്ക്കാൻ തുടങ്ങിയത്? നമ്മുടെ തലമുറ മുതൽ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നമ്മൾ പറയും വാപ്പ സാലിഹ്, ഉമ്മ സാലിഹ്. ഉമ്മായ വാപ്പയെ കുറിച്ച് എല്ലാവർക്കും 100 നാവ. എന്റെ ഉമ്മ നല്ല ഖുർആൻ ഓതും ഉസ്താദ്, എന്റെ ഉമ്മ നല്ല റാഹത്തായിട്ട് ഖുർആൻ ഓതും, എന്റെ ഉമ്മ എല്ലാം ഇരുന്നിട്ട് ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കും, സുബഹി വരെ ഖുർആൻ ഓത്താണ്, തഹജ്ജുദ് നിസ്കരിക്കുന്ന ഉമ്മയായിരുന്നു. എന്നിട്ട് അതൊക്കെ പറഞ്ഞിരുന്ന് കരയുന്ന മക്കളാണ്. നമ്മളോ പള്ളിയിലോട്ട് കയറുക പോലും ഇല്ല. പള്ളിയുടെ മുന്നിൽ നിന്നിട്ട് റാഹത്തായിട്ട് തീറ്റം വിളിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയേക്ക്. യാ അല്ലാഹ്, വേഗം ഇറങ്ങിയേക്കാണ്. ഇനി അവിടെ കൂടുതൽ നിസ്കരിക്കേണ്ടി വരുമല്ലോ എന്ന് പേടിച്ചിട്ട് വേഗം ചാടി ഇറങ്ങി ഓടി. ഇതാണ് നമ്മുടെ അവസ്ഥ. അപ്പൊ എവിടെ മുതലാ പിഴച്ചത്? എവിടുന്നാ പിഴച്ചത്? നൂജൻ എന്നറിയപ്പെടുന്നതാകുന്ന ഈ ന്യൂ ജനറേഷൻ, പുതിയ കുട്ടികൾ, നമുക്കാണ് പിഴവ് പറ്റിയത്. നമ്മളാണ് ലഹരിക്കടിമപ്പെട്ടവർ, നമ്മളാണ് ഖുർആനുമായി ബന്ധമില്ലാത്തവർ, നമ്മളാണ് നിസ്കരിക്കാത്തവർ, നമ്മളാണ് അള്ളാഹുവിൻ്റെതാകുന്ന ദീനുമായി പുലബന്ധമില്ല, എന്നാൽ വലിയ സുന്നികളാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഈ സമുദായത്തെ ഭരിക്കാൻ വേണ്ടി നിലകൊള്ളുന്നവർ. എന്തെങ്കിലും വിഷയം വരുമ്പോൾ സിന്ദാബാദ് ഒച്ചപ്പാടും വേണോ? ദീനൊന്നും ഇതിന് കയ്യിലില്ല. ഇതെങ്ങനെ നമ്മൾ റെഡിയാവും? അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് ദീൻ കൈവിട്ടു പോകാൻ പാടില്ല. ദീൻ കൈവിട്ടു പോയാൽ എല്ലാം പോയി, എല്ലാം തകിടം പറഞ്ഞു. നിസ്കാരം 5 വഖത്ത് ശ്രദ്ധ വെക്കണം. അപ്പൊ നമ്മുടെ എല്ലാ ദുശീലങ്ങളും മാറും. ഈ കൂട്ടുകെട്ടുകളും ഈ അശ്ലീലതയും, എവിടെയെങ്കിലുമൊക്കെ പോയിരുന്നിട്ടുള്ള, ഒറ്റയ്ക്കൊക്കെ പോയിരുന്നിട്ടുള്ള സിനിമ കാണലും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കൂട്ടുകാരൊക്കെ ആയിട്ട് ഡ്രഗ്സിന്റെ അഹരികാരുമായിട്ടൊക്കെ ഉള്ളൊരു ബന്ധം, ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള ബന്ധം, അതൊക്കെ ഇല്ലാതാകും. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. ഞാൻ ഇന്ന് മഗ്രിബ് നിസ്കരിച്ചത് മലിക് ദീനാർ പള്ളിയിലാണ്. അള്ളാഹു അവരുടെയൊക്കെ ദറജ ഉയർത്തുമാറാവട്ടെ. അപ്പൊ ഞാൻ മഗ്രിബ് ഇങ്ങനെ നിസ്കരിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ നോക്കി, പലപ്പോഴും നിസ്കരിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ പള്ളി ഇങ്ങനെ നോക്കിയപ്പോൾ ആ പള്ളിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ മനോഹരമായി, അകത്തെ പള്ളിയുടെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, വഅഖിമിസ് സ്വലാ ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. അപ്പൊ ഞാൻ ഓർത്ത് ഇന്ന് പ്രസംഗത്തിൽ ഇത് തന്നെ പറയാം, ഈ വിഷയം തന്നെ ആയിക്കോട്ടെ. വഅഖിമിസ് സ്വലാ, നിസ്കാരം നീ നിലനിർത്ത്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. കാരണം ഈ നിസ്കാരം എല്ലാ തിന്മകളെ തടയുന്നതാണ്. വൽ മുൻകർ, എല്ലാ നികൃഷ്ടമാകുന്ന പ്രവർത്തനങ്ങളെ തടയുന്നതാണ് ഈ നിസ്കാരം. അല്ലാഹു പറയാണ് നിസ്കാരം 5 വഖത്ത് ചിട്ട വെച്ചാൽ, കറക്റ്റ് സമയാസമയങ്ങളിൽ നിർവഹിച്ചാൽ നിന്നിൽ കള്ളുകുടി ഉണ്ടാവില്ല, നിന്നിൽ ലഹരി ഉണ്ടാവില്ല, നിന്നിൽ ഒരു അശ്ലീലതയും ഉണ്ടാവില്ല. കറക്റ്റ് ആയിരിക്കണം. ഒരൊറ്റ ദിവസം പോലും അതിൽ മാറ്റം വരാൻ പാടില്ല. ബാങ്ക് വിളിച്ചാൽ അപ്പൊ നീ പള്ളിയിൽ കയറണം. ഇഖാമത്ത് കൊടുത്ത് തയ്യാത്തി ഇമാം ഇരിക്കുമ്പോൾ കയറുന്ന പരിപാടിയുണ്ട്, അതല്ല, ആ ശീലം പറ്റൂല. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ സ്വല്ലാ 40 യൗമൻ യുദ്രികു തക്ബീറത്തൽ ഊലാ ഫീ ജമാഅത്തിൻ കുതിബ ലഹു ബറാഅത്താൻ. ആരൊരുവൻ 40 ദിവസം കൃത്യമായി ജമാഅത്ത് ശീലിച്ചുകൊണ്ട്, ഏതെങ്കിലും പുരുഷന്മാർ സ്വന്തം മക്കളെയും കൂട്ടിക്കൊണ്ട് പള്ളിയിലെത്തിക്കൊണ്ട് 40 ദിവസം കൃത്യമായി ജമാഅത്ത് ശ്രദ്ധിച്ചാൽ, ഒരു ജുമുഅ കളയാതെ, ഒരു ജമാഅത്ത് കളയാതെ, സുബഹിയും ളുഹറും അസ്റും മഗ്രിബും ഇശാഉം കൃത്യമായി നിസ്കരിക്കുന്നതായ ഏതൊരു മുസ്ലിം ഉണ്ടോ, കുതിബ ലഹു ബറാഅത്താൻ, 2 മോചനപത്രം അവന് ഉറപ്പാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. 2
2 മോചനപത്രം അല്ലാഹു രേഖപ്പെടുത്തും. 40 ദിവസം കൃത്യമായി ജുമുഅ ജമാഅത്ത് ശ്രദ്ധിച്ചാൽ മതി. ഇമാമിനോടൊപ്പം യുദ്രിക്കു തക്ബീറത്തുൽ ഊലാ, ഇമാമിനോടൊപ്പം ആദ്യത്തെ തക്ബീറത്തുൽ ഇഹ്റാം. ഇമാമ കൈകെട്ടുമ്പോൾ അവൻ അവിടെ ഉണ്ടാവണം. അതിനോട് യോജിച്ചുകൊണ്ട് അവ്വൽ തക്ബീറിൽ അവനും കെട്ടണം. അങ്ങനെ ജമാഅത്ത് ശ്രദ്ധിച്ചാൽ 2 മോചനപത്രം ഉറപ്പാണ്. ഒന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, കുതിബ ലഹു ബറാഅത്തും മിനൻ നിഫാഖ്, കാപട്യത്തിലുള്ള മോചനമാണ് ഒന്ന്. രണ്ടാമത്തേത് ബറാഅത്തും മിനൻ നാർ, നരകത്തിൽ നിന്നുള്ള മോചനപത്രമാണ് എന്നും നബിയുനാ റസൂലുള്ളാഹി. 2 മോചനപത്രം തരും അല്ലാഹു. അത് 2 നമുക്ക് മേടിക്കാൻ തൗഫീഖ് തരട്ടെ. 2 സർട്ടിഫിക്കറ്റ് ഇങ്ങ് തരികയാണ്. ഏതാ 2 സർട്ടിഫിക്കറ്റ്? ഒന്ന്, 40 ദിവസം കറക്റ്റ് നിസ്കരിച്ച ബദർ പള്ളിയിൽ വന്നിട്ട് അവ്വൽ വഖത്ത് നിസ്കരിക്കണം. നീ അവിടെ വേണ്ട ഏത് പള്ളിയിലാണോ ഇങ്ങനെ യാത്ര ചെയ്യുന്നവനാ, ആ യാത്ര ബാങ്ക് വിളിക്കുന്ന സമയം എന്തായാലും അറിയാമല്ലോ, അതിന് മുമ്പ് തന്നെ പള്ളി കയറാൻ നോക്കണം. അതാ വേണ്ടത്. അപ്പൊ ജമാഅത്ത് കറക്റ്റ് കിട്ടും. ബാങ്ക് വിളിച്ചിട്ട് വീട്ടിൽ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന പരിപാടി അത് വേണ്ട, അതിന് മുമ്പ് പോവാ. അതിനെന്ത് വേണം? പള്ളിയിൽ ചെന്നിട്ട് ഒരു വക്കത്തിന് മൊബൈൽ എടുത്ത് വെച്ചിട്ട് റാഹത്തായിട്ട് ആ നിസ്കാരത്തിന് ടൈം ടേബിൾ ഒന്ന് ഫോട്ടോ എടുത്ത് വെച്ചേക്കാം. ചേഞ്ച് വരികയാണെങ്കിൽ 1-2 മിനിറ്റ് വരുവുള്ളൂ. നിനക്ക് ജമാഅത്ത് ഒരിക്കലും മുടങ്ങൂല. 40 ദിവസം പക്കായിട്ട് കിട്ടും. എനിക്കാണ് മൊബൈൽ. അല്ലാതെ ഇതിനകത്ത് നോക്കിയോണ്ട് റാഹത്തായിട്ട് ഇന്ന് ആരെങ്കിലും കട ഉദ്ഘാടിക്കാൻ വന്നോ, കെട്ടിവെച്ചോൾ ഇന്ന് എവിടെയെങ്കിലും കട ഉദ്ഘാടിക്കാൻ വന്നോ, ഉണ്ടെങ്കിൽ അവിടെ പോകാം എന്നും പറഞ്ഞ് കാത്തിരിക്കുകയാണെങ്കിൽ അത് നോക്കാനാണെങ്കിൽ മൊബൈൽ കൊണ്ടെന്ത് കാര്യം? നമ്മളതാണ് പരിപാടി. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അല്ലാഹു ഞങ്ങളെ നീ സാലിഹീങ്ങളെ ചേർക്കണേ അല്ലാ. നിസ്കാരം ചിട്ടവെക്കുന്ന മോമിനീങ്ങളെ ചേർക്കണേ അല്ലാ. കാപട്യത്തിൽ നിന്നുള്ള മോചനപത്രം ഉറപ്പാണ്. രണ്ടാമത്തെ എന്താ? വബറാഅത്തും മിനന്നാർ, നരകത്തിൽ നിന്നുള്ള മോചനപത്രം. 2 മോചനപത്രം കിട്ടും. അല്ലാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും വഇദാ ഖാമൂ ഇലസ്സലാഹ് ഖാമൂ കുസാലാ يراؤون الناس ولا يذكرون الله إلا قليلا مذبذبين بين ذلك لا إله هؤلاء ولا إله هؤلاء. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണ് കപടതയുടെ മുഖമണഞ്ഞവർ എന്ന് വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ആരാണ് വിശ്വാസികളിൽ കടന്നുകൂടിയിട്ടുള്ള യഥാർത്ഥ മുനാഫിക്കുകൾ? ആരാണ്? കാപട്യത്തിന്റെ വാഹകരാരാണ്? അല്ലാഹുവിന്റെ ഖുർആൻ അടയാളപ്പെടുത്തുകയാണ്. ചിന്തിക്കണേ പ്രിയപ്പെട്ട മുസ്ലിമേ, ആരാണ് മുനാഫിഖ്, ആരാണ് മുഅ്മിൻ? അല്ലാഹ് പറഞ്ഞു തരാം. അത് ശരിക്കും ശ്രദ്ധിച്ചോ. അടയാളം മാത്രമേ ഞാൻ പറയുള്ളൂ, ആരെയും ഞാൻ മുനാഫിക്കാന്ന് പറയൂല. അടയാളങ്ങൾ മാത്രം ഖുർആനിൽ പറഞ്ഞത് പറയാൻ. ശരിക്കും ശ്രദ്ധിച്ചോ. നമ്മൾ ആ കൂട്ടത്തിൽ നിന്ന് പെടാതെ അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാലാ. അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കുന്നതിനെ മടിവെച്ചുകൊണ്ട്, അലസത വെച്ചുകൊണ്ട്, റബ്ബിനോട് കുതന്ത്രം പ്രയോഗിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ആളുകളുണ്ട്. എന്നാൽ മനസ്സിലാക്കണം, അവർക്കെതിരിൽ അല്ലാഹു തന്ത്രം മെനയുന്നുണ്ട്. വൈദാ ഖാമൂ ഇലസ്സലാ ഖാമൂ കുസാലാ. നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ, ബാങ്ക് വിളിക്കപ്പെട്ടാൽ, ഇഖാമത്ത് കൊടുക്കപ്പെട്ടാൽ നിസ്കാരത്തിന് വേണ്ടി എത്തുന്നതാകുന്ന മനുഷ്യനാണ്. പക്ഷെ മടിയാണ്, അലസതയാണ്. മുനാഫിക്കിന്റെ ഏറ്റവും വലിയ അടയാളം നിസ്കാരത്തിന് മടിയാണ്, അലസതയാണ്. ഹയ്യ അലസ്സലാഹ് ഹയ്യ അലൽ ഫലാഹ്.
നിസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന് അള്ളാന്റെ പള്ളിയിൽ നിന്ന് ശ്രവണ സുന്ദരമായ ബാങ്കുലികൾ അവന്റെ കർണപുടത്തിലേക്ക് അലയൊലി കൊള്ളുമ്പോ ആ ബാങ്ക് വിളിക്ക് ഉത്തരം കൊടുക്കാതെ കളിച്ചും രസിച്ചും രമിച്ചും നടക്കുന്നതായ മനുഷ്യരാണ്. കാസർഗോഡ് ജില്ലയിലേക്ക് നിങ്ങൾ നടന്നു നോക്കി, എത്രയോ കിലോമീറ്ററുകൾക്ക് ദൈർഘ്യത്തിൽ കാണാം. അതാ എത്രയോ ടറഫുകളാണ് രാത്രിയിൽ ജീവസുറ്റതാക്കിയിട്ടുള്ളത്. ഈ വാതിന്റെ മദ്രസയിൽ വന്നതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് ഇതേ സമയത്ത് തന്നെ ബേക്കറിൽ കളി നടക്കുകയല്ലയോ. ആയിരക്കണക്കിന് കുട്ടികളല്ലയോ, ചെറിയ കുട്ടികളല്ലയോ ആ ടറഫിലേക്ക് വന്നു ചേർന്നിട്ടുള്ളത്. അവിടെയുള്ള കളികൾ കാണാൻ ഗ്രൗണ്ടിൽ വന്നു ചേർന്നു നിലകൊള്ളുകയാണ്. എത്രയോ അപകടങ്ങൾ പിണഞ്ഞിട്ടുണ്ട്, മുമ്പുണ്ടായിട്ടുണ്ട്. എന്നിട്ട് പോലും പാഠം പഠിക്കാത്ത മനുഷ്യൻ വീണ്ടും കളികളും രസിക്കുകയാണ്, അതിന്റെ പിറകിൽ കൂടുകയാണ്. ലക്ഷങ്ങളെ ചെലവഴിക്കാൻ ആളുകളുടെ ബാക്കിയാണ്. മുസ്ലിം സമുദായത്തിലെ പണക്കാര്, പണത്തിന്റെ പളവളപ്പിൽ വിരാജിക്കുന്നവർ, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ചോദിക്കുമ്പോൾ കൊടുക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾ ഇത്തരത്തിലുള്ളതാകുന്ന ടറഫുകളിലേക്ക്, കളികളിലേക്ക്, ഗാനമേള പരിപാടികളിലേക്ക് ലക്ഷങ്ങൾ കൊടുക്കാൻ തയ്യാറാകുന്ന കാലഘട്ടമല്ലയോ. ചെറുപ്പക്കാര് മുഴുവന് രാത്രി മുഴുവനും ഉറക്കമൊഴിക്കുകയാണ്. ഖുർആൻ ഓതാൻ ഉറക്കമൊഴിച്ചിരുന്ന ഔലിയാക്കളുടെ നാടാണിത്. മാലിക് ബിൻ ദീനാർ സംഘവും പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രസരണത്തിന് വേണ്ടി കടന്നു വന്നതാകുന്ന പുണ്യഭൂമികയല്ലയോ ഈ നാട്ടിലുള്ള മക്കൾ. അവരൊരു രാത്രിയിൽ ഖുർആൻ ഓതിയിരുന്നതാകുന്ന അതേ രാത്രിയിൽ ഇന്ന് പന്ത് കൊളിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്. ഖുർആനിനെ തിരസ്കരിക്കുന്ന മക്കളായി മാറി, ദിക്ർ ചൊല്ലാത്ത മക്കളായി മാറി. അള്ളാഹുവിനെ വാഴ്ത്തിയിരുന്നതാകുന്ന മഹൽ വനിതകളുള്ള കാലഘട്ടമായിരുന്നു. ഇന്നതിന് പകരം രാത്രിയിലെ ടറഫുകളിൽ ഇരുന്നുകൊണ്ട് ആരവമാണ്, സിന്ദാബാദ് വിളിക്കുകയാണ്. അവനവന്റെ ടീമിന്റെ ട്രോഫിക്ക് വേണ്ടി രാത്രി മുഴുവനും അധ്വാനിക്കുകയാണ്. മണിക്കൂറുകൾ ആയിരങ്ങൾ കൊടുത്തുകൊണ്ട് കളിക്കാൻ നമ്മുടെ ചെറുപ്പക്കാരുടെ കൈവശം സമ്പത്തുണ്ട്. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കാൻ ജുമാക്ക് അവന്റെ മുന്നിൽ വരുന്ന ബക്കറ്റിൽ പാവപ്പെട്ടവന്റെ മുന്നിൽ വരുമ്പോൾ അവന്റെ മുന്നിൽ നിന്നുകൊണ്ട് കൈനീട്ടി യാചിക്കുമ്പോ, വിധവകളാകുന്ന സഹോദരിമാർ വന്നുകൊണ്ട് യാചന നടത്തുമ്പോ അവർക്കൊരു നയാ പൈസ കൊടുക്കാനില്ല എന്ന് പറയുന്ന ചെറുപ്പക്കാരെ, യുവാക്കളെ, പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. അല്ലാഹുവിന്റെ റസൂൽ ഖുർആൻ ഓതിക്കൊണ്ട് പഠിപ്പിക്കുകയാണ്. നിസ്കാരത്തിന് വേണ്ടി ബാങ്ക് മുഴങ്ങിയാൽ മടിയാണ്, അലസതയാ. മഗ്രിബിന് തുടങ്ങുന്ന ടറഫിന്റെ കളി സുബഹി വരെ നീണ്ടു നിൽക്കുന്ന യുഗത്തിലല്ലയോ 2024 നമ്മൾ ഈ പ്രസംഗം നടത്തുന്നത്? എവിടേക്കാണ് ഈ സമുദായത്തിന്റെ മക്കൾ പോകുന്നത്? അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാ. പരിപൂർണമായ സംരക്ഷണം നീ നസീബാക്കണേ അല്ലാ. റൂഹേ ബയാൻ മജ്ലിസിൽ ഇരുന്നുകൊണ്ട് പൊട്ടിക്കരയുകയാണ് ഉമ്മമാര്. അല്ലാഹു എന്റെ മകനെ സാലിഹാക്കി തരണേ അല്ലാ. എങ്ങനെ സാലിഹാകും ഉമ്മ? ഔലിയാക്കൾ ഉറക്കമൊഴിച്ച രാത്രിയിൽ നിന്റെ മകൻ പോയിരുന്നുകൊണ്ട് പന്ത് കളിക്കാൻ തയ്യാറാവുകയല്ലയോ? എന്റെ മകളെ സാലിഹാക്കി തരണേ അല്ലാ. എങ്ങനെ സാലിഹാകുമൊപ്പ? മകൾ രാത്രി മുഴുവന് കാമുകനുമായി വാട്സാപ്പിലൂടെ ചാറ്റിംഗ് അല്ലയോ? അവളുടെ ശരീരം കൊണ്ടുപോയ ഹറാമായ തലത്തിലേക്ക് കൊണ്ടുപോകുകയല്ലയോ? എങ്ങനെയാണ് ദീൻ പരിപൂർണമായി മക്കൾ ഏറ്റെടുക്കുക? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്ര വ്യക്തമായിട്ടാണ് ഖുർആൻ ഓതിക്കൊണ്ട് പറഞ്ഞു തന്നത്? നിസ്കരിക്കാൻ അലസതയാണ്, മടിയാണ്. അങ്ങനെ മടിവെക്കുന്ന മുസ്ലിമുണ്ടോ? മുനാഫിഖാണ്, കപട വിശ്വാസിയാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. ബാങ്ക് വിളിക്കുമ്പോ പള്ളിയിലേക്ക് കയറാൻ നിനക്കും നിന്റെ മക്കൾക്ക് മടിയുണ്ടെങ്കിൽ പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട വാപ്പ, പൊന്നമക്കളെ, നീ കപട വിശ്വാസിയിൽ പെട്ടുപോയി എന്ന് പരിശുദ്ധമായ ഖുർആൻ. വൈദാ ഖാമൂ ഇലസ്സലാ ഖാമൂ കുസാലാ. നിസ്കരിക്കാൻ നിൽക്കുമ്പോ മടിയാണവർക്കെന്ന് വിശുദ്ധമായ ഖുർആൻ. വേറൊന്നിനും മടിയില്ല. നിസ്കാരത്തിന് വരുമ്പോ അവൻ ആൺകുട്ടിയല്ല എന്ന് പറഞ്ഞാൽ അതിനോടൊരു ആർജവോ സ്നേഹമോ താല്പര്യമോ അതിനൊരു ചുണയോ ഇല്ല, അതിനോടൊരു താല്പര്യമൊന്നുമില്ല. പന്ത് കളിക്കാൻ എവിടെ പോണ്ട, വണ്ടി എടുത്തോണ്ട് ചാടി ഇറങ്ങാൻ, അതിനെല്ലാം ചുണയാണ്. കരിക്കാൻ പള്ളിയിലോട്ട് കയറാനും ബാങ്ക് വിളിച്ചാൽ പോലും പള്ളിയിൽ കയറുന്നില്ല. ഇക്കാമത്ത് കൊടുക്കുമ്പോ ഇവൻ കയറും എങ്ങോട്ട്? ഈത്തിക്കാഫ് എവിടെ? കക്കൂസിനകത്തോട്ട്, ടോയ്ലറ്റിനോട് കയറിയിരിക്കുക. പിന്നെ അരമണിക്കൂർ അതിനകത്താണ് പോറ്റൊക്കെ വലിച്ച് റാഹത്തായിട്ട് അതിനകത്തിരിക്കുക. ഹാജിയാര് അള്ളാഹു മുളക്കാക്കട്ടെ.
ചിലർക്ക് പള്ളിയിലെ ബാത്റൂം കണ്ട രണ്ടെണ്ണം ഭരിക്കണം, 2 ബഫ്. കാസർഗോഡ് ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു ഏറ്റവും കൂടുതൽ സിഗരറ്റ്, ഇലക്ട്രിക് സിഗരറ്റ് ഉപയോഗിക്കുന്ന മക്കൾ നമുക്കിടയിൽ കൂടി വരികയാണ്. ഗവൺമെന്റ് നിരോധിച്ച സാധനമാണ് ഇന്ത്യയിൽ സിഗരറ്റ്, ഇലക്ട്രിക് സിഗരറ്റ്. രാജ്യത്ത് പാടില്ല എന്നാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ ഉസ്താദിന് വേണമെന്ന് ചോദിക്കുന്നത്. ആരും വേണം സാർ, വാങ്ങുന്നതിന് മുമ്പ് 2 നമ്മുടെ 2. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ, അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. 8ലും 9ലും 10ലും +1 പഠിക്കുന്ന ഈ കുട്ടികൾക്ക് ആരിത് കൊടുത്തു? ഗവൺമെന്റ് നിരോധിച്ചതാകുന്ന ഈ സാധനങ്ങൾ ഇന്ന് നമ്മുടെ മക്കളുടെ കൈവശം, മുസ്ലിം സമുദായത്തിലെ മക്കളുടെ കൈവശം യഥേഷ്ടം വന്നു. ആരാണിത്? ഇതിന്റെ ആളുകൾ ലഹരി നമ്മുടെ മക്കളിലേക്ക് കമിഞ്ഞൊഴുകുക. ചെറിയ കുട്ടികൾ മുഴുവനും അകപ്പെട്ടു പോവാൻ. അള്ളാഹു നമ്മുടെ മക്കളെ കാക്കുമാറാവട്ടെ. അപ്പൊ നിങ്ങൾ നോക്ക്, ഈ വാലിന്റെ മജ്‌ലിസിൽ എത്ര ചെറുപ്പക്കാരുണ്ട്, എത്ര പേരുണ്ടോ എന്ന് നോക്ക്. നിങ്ങൾ തന്നെ ഒന്ന് നോക്കൂ. ചെറുപ്പക്കാരെവിടെ? അയിന ശബാബ്, എവിടെ യുവത്വം? എവിടെ? വളരെ കുറച്ച് ആളുകളല്ലാത്ത ബാക്കിയുള്ളവരെവിടെ? എവിടെ പോയി? നാട്ടിൽ ചെറുപ്പക്കാരില്ലാത്തത് കൊണ്ടാണോ? അല്ല, അവർ ഉറങ്ങാണ്, അലസതയാണ്. അവരാൺകുട്ടികളാകുന്നില്ല ദീനിന്റെ വിഷയത്തിൽ. പന്ത് കളിക്കാനും ടറഫിലും അശ്ലീലതയ്ക്കും വേണ്ടി ഈ സമുദായത്തിന്റെ മക്കൾ സമയം ചെലവഴിക്കുന്നു. ലക്ഷങ്ങൾ അതിനു വേണ്ടി ചെലവഴിക്കാൻ ഈ സമുദായത്തിന്റെ മക്കൾ തയ്യാറാകുന്നു. എവിടേക്കാണ് നമ്മുടെ പോക്ക്? എങ്ങനെ നമ്മുടെ മക്കൾ രക്ഷപ്പെടും? അള്ളാഹു നമ്മുടെ മക്കളെ സാലിഹീങ്ങൾ ചേർക്കുമാറാവട്ടെ. ഖേദം കൊണ്ട് പറയാൻ, ദുഃഖം കൊണ്ട് പറയാൻ, വാലുകളെ ശ്രവിക്കാൻ ആളുകളില്ലാത്ത കാലഘട്ടം. ഇത്രയും പേരെങ്കിലും എത്തിയത് അൽഹംദുലില്ലാ, റാഹത്ത്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കുമാറാവട്ടെ. അള്ളാഹു ഞങ്ങളെ നീ സാലിഹീങ്ങളെ ചേർക്കണേ അല്ലാ, ആബിദീങ്ങളെ ചേർക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ എല്ലാം സാലിഹീങ്ങൾ ചേർക്കണേ അല്ലാ. ഇവിടെ കാസർഗോഡ് എന്നൊക്കെ പറഞ്ഞാൽ വാലിന് ഏറ്റവും നല്ല സ്ഥലമാണ്. എൻ്റെ ഉമ്മയുടെ ഉപ്പ ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ്, അള്ളാഹുവിടുത്തെ ദറജ ഉയർത്തട്ടെ. അവിടുന്ന് പറഞ്ഞെന്താ? വാലിന് പറ്റിയ നാട് കാസർഗോഡ, കൂട്ടാന്റെ കാര്യം തമ്പുരാനെ പാടാ. വാലിന് പറ്റിയ നാട് കാസർഗോഡ, കൂട്ടാന്റെ കാര്യം തമ്പുരാനെ പാടാ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് എരിവ് കൂടുതലുള്ള ഫുഡായിരുന്നു. ഇപ്പൊ മാറി, ഇപ്പൊ നല്ല സൂപ്പർ ഫുഡല്ലേ ഇപ്പൊ കഴിച്ച്, അല്ലേ? അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. നമ്മുടെ സത്താർ സാഹിബിന്റെ വീട്ടിലെ സഹോദരിയാണ് നമ്മുടെ കാസിം ഉസ്താദിന്റെ പെങ്ങള് എന്നുള്ളത്. അദ്ദേഹത്തിന്റെ സഹോദരി നമ്മുടെ കാസിം ഉസ്താദിന്റെ ഭാര്യയാണ് അദ്ദേഹത്തിന്റെ പെങ്ങൾ. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല കാസിം ഉസ്താദിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. അവരുടെ കുടുംബത്തിൽ അല്ലാഹു എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. അവരുടെ സൽക്കാരം അല്ലാഹു സ്വീകരിക്കട്ടെ. ഇപ്പം മാറിയല്ലോ, ഇപ്പം ഇഷ്ടംപോലെ ഫുഡ്, നല്ല കറി വെക്കാനും. പഴയ കാലഘട്ടമാണ്, എരിവ് കൂടുതലായിരുന്നു പണ്ട്. 40 കൊല്ലം മുമ്പുള്ള കഥയാണ് മൂപ്പര് പാടുന്നത്. പക്ഷെ അന്നും ഒരു വരി ചേർത്ത് വെച്ചു, എന്ത്? ആളിന് പറ്റിയ നാട് കാസർഗോഡ. കാരണം കാസർഗോഡ് വന്നാൽ പിന്നെ ആളിന് മഞ്ഞ ഉണ്ടാവില്ല, എല്ലായിടത്തും നല്ല ആളാണ്. പക്ഷെ ഇന്ന് മാറി കേട്ടാ. 2024 ആയപ്പോഴത്തേക്കൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പം എല്ലാവരും കുറച്ച് പേര് ഓൺലൈനിൽ വീട്ടിൽ ഇരുന്നിട്ട് അന്ന് ആരായിപ്പോ ഇന്ന് മറ്റേ കുമ്മനാ ഇങ്ങനെ കടന്നുകൊണ്ടുള്ള കേട്ട് ഇതാ പരിപാടി. കുറച്ച് പേര് മജ്‌ലിസിൽ വരും കുറവ്. കാരണം എന്താ? ഒന്നാമത് വല്ല പിരിവൊക്കെ ചോദിച്ചാൽ കൊടുക്കണ്ടടാവേ. ഇവിടെ പോലെ റാഹത്തായിട്ട് താനൊക്കെ അടിച്ച് റാഹത്തായിട്ട് വീട്ടിയിരിക്കുക. സിഗരറ്റൊക്കെ ഉണ്ട്, ഇതൊക്കെ അടിച്ച് അടം വരെ പോകേണ്ട കാര്യമില്ല. MDMA LSD. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. അതുകൊണ്ട് ഇപ്പം എല്ലാവരും അങ്ങനെയായി. എല്ലാ നാട്ടിലും ഇപ്പം ഈ ഓൺലൈൻ ആയതുകൊണ്ട് എന്തായി, 2-3 പേര് ഗൾഫിലുള്ളവരുണ്ടാവും, അവർക്ക് വേണ്ടിയായിരിക്കും നമ്മൾ ഈ ഓൺലൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് ബാക്കിയുള്ളവർ പിന്നെ അതിൻ്റെ പേര് പറഞ്ഞിട്ട് ഞങ്ങൾ ഓൺലൈനിൽ കേട്ടോളാം എന്ന് പറഞ്ഞ് വീട്ടിൽ എത്തിക്കാഫ്. പക്ഷെ മജ്‌ലിസിൽ വന്നിരിക്കുന്നതിൻ്റെ പുണ്യം ഇപ്പം ആദ്യം ഓതി 2 ബൈത്ത് ചൊല്ലിയില്ലേ, അത് നിങ്ങൾ ഈ മജ്‌ലിസിൽ ഇരിക്കുന്നവർക്കേ കിട്ടുള്ളൂ. മജ്‌ലിസുൽ ഇൽമി റൗദത്തും മിൻ റിയാദിൽ ജന്നാത. ഇൽമിൻ്റെ മജ്‌ലിസാണ് സ്വർഗീയ പൂങ്കാവനം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അത് വീട്ടിൽ ഇരുന്നാൽ കിട്ടൂല. അതിപ്പോൾ ഇതിൻ്റെ ശബ്ദം അവിടെ അടിക്കുന്നുണ്ടാവും. വീട്ടിൽ ഇരുന്നിട്ട് റാഹത്തായിട്ട് എത്തിക്കാഫേലി നല്ല റാഹത്തായിട്ട് നിറഞ്ഞ വെള്ളമൊക്കെ കുടിച്ച് നല്ല റാഹത്തായിട്ട് വർത്താനമൊക്കെ പറഞ്ഞിരുന്നാലൊന്നും ഈ കൂലി കിട്ടുമോ? അത് കിട്ടണമെങ്കിൽ മജ്‌ലിസിൽ തന്നെ വരണം. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കുമാറാവട്ടെ. അപ്പം അങ്ങനെയായി ഇപ്പോഴത്തെ പുതിയ ലേറ്റസ്റ്റ് അങ്ങനെ അവസരം എത്തിയിട്ടുണ്ട്. ഏതോ ആയിക്കോട്ടെ, ഇതിലൂടെയും കുറേ പേര് കേൾക്കുന്നുണ്ട്. ദൂരസ്ഥലങ്ങളിൽ നല്ല ദൂരത്തുള്ളതാകുന്ന ആളുകൾക്ക്, ഗൾഫിലുള്ളതാകുന്ന ആളുകൾ, നമ്മുടെ നാട്ടിലെ പ്രവാസികൾ, അവർക്കൊക്കെ ഇത് ഉപകാരപ്പെടുകയാണ്.
അവർക്കായിരിക്കും ഒരുപക്ഷെ നമ്മളെക്കാൾ ഈ വഅദ് ഉപകാരപ്പെടുന്നത്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ചില സമയത്ത് അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ സദസ്സിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സദഖ ഓൺലൈനിലൂടെ പറയാറുണ്ട്, ഓൺലൈനിലൂടെ നൽകാറുമുണ്ട്. കാരണം അവർക്കാണ് ഇത് കൂടുതൽ എഫക്റ്റ് ആയിട്ടുണ്ടാവുക, സദസ്സിൽ എത്രത്തോളം ഉണ്ടാവൂല. അള്ളാഹു നമ്മളെയൊക്കെ സാലിഹീങ്ങൾ ചേർക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത് കാപട്യത്തിന്റെ മുഖം കൂടി വരുന്ന ഒരു കാലഘട്ടം, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആൺകുട്ടികൾ കുറഞ്ഞു വരുന്നു ദീനിന്റെ വിഷയത്തിൽ. ദീനിന്റെ വിഷയത്തിലേക്ക് ശ്രദ്ധ തിരുത്തുന്നവർ കുറയുന്നു. ബാക്കിയുള്ള ദുന്യവിയായ എല്ലാ കാര്യങ്ങൾക്കും ആളുകൾ വളരെയേറെ ശ്രദ്ധ ചെലുത്താണ്. വലിയ ഇഷ്ടം, ഗാനമേളയൊക്കെ ഉണ്ടെങ്കിൽ വലിയ ഇഷ്ടം, വലിയ റാഹത്ത. ഒരു സിനിമാ നടനെ കാണാൻ കാണിക്കുന്ന ആവേശം എത്രയെന്ന്, ഒരു സിനിമാ നടിയുടെ വസ്ത്രവിധാനം പരിപൂർണമായി ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കുന്ന ആളുകൾ എത്രയായിന്ന്. എത്ര സിനിമകൾ ഇറങ്ങുന്നു, ആ സിനിമകൾക്കുള്ള പാട്ടുകൾ നോക്കിച്ചുകൊണ്ട് റീൽസുകൾ കളിക്കുന്ന എത്ര പെൺകുട്ടികൾ, ചാനലുകൾ നടത്തുന്നു, എത്ര സഹോദരിമാർ അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നു. പ്രായമേറെ ഉള്ള ആളുകൾ പോലും അതുമായി ബന്ധപ്പെട്ട് നിലകൊള്ളുന്നു. അവസാന കാലഘട്ടമാകും ഇതൊക്കെ ഉണ്ടാകും, സ്വാഭാവികമാണ്, ഇതൊക്കെ വരണം. അപ്പോഴേ ഖിയാമത്ത് നാൾ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ നമ്മൾ സത്യവിശ്വാസികൾ മരണമുണ്ട് എന്നും ഖബറുണ്ട് എന്നും മഹ്ശറയുണ്ട് എന്നും നാളെ സ്വർഗത്തിലേക്ക് നമുക്ക് പോകേണ്ടതാണെന്നുമുള്ള ചിന്ത എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്നു? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നമ്മൾ മറ്റുള്ളവരെ പോലെ ആകാൻ പാടില്ലല്ലോ. നമ്മൾ ഖബറിനെ കുറിച്ച് വിചാരണ ഉള്ളവരല്ലേ, മരിക്കുമെന്നുള്ള യാഥാർത്ഥ്യമുള്ളവരല്ലേ, അതിനെക്കുറിച്ച് തിരിച്ചറിവുള്ളവരല്ലേ. ഖബറിൽ ചോദ്യമുണ്ടാകുമെന്നും അതിനുശേഷം മഹ്ശറയുണ്ടാകുമെന്നും ഒക്കെ ഏറ്റവും കൂടുതൽ ബോധ്യമുള്ളവരല്ലേ. സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഒക്കെ വിശാലമായ കാഴ്ചപ്പാട് മദ്രസയിലൂടെ പഠിച്ചവരല്ലേ. എന്നിട്ട് നമ്മൾ എന്തുകൊണ്ട് നന്നാവുന്നില്ല ആണ് എന്റെ ചോദ്യം. നമ്മളിങ്ങനെ അടിച്ചു പൊളിക്കാൻ, വയസ്സ് കുറെ തീർന്നു, ദിവസങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കാൻ, നേരം വെളുക്കുന്നു വൈകുന്നേരമാകുന്നു, നേരം വെളുക്കുന്നു രാത്രിയാകുന്നു, ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കും. ആയുസ് തീരാണ്. 2024 ഇതാ തീരാൻ പോവാൻ. അടുത്ത വർഷം വരികയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ആകട്ടെ അല്ലാതാകട്ടെ, ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരമാണ് ആയിക്കോട്ടെ, ഒരു വർഷം കഴിഞ്ഞു. 2024 എന്നുള്ളതാകുന്ന ഇംഗ്ലീഷ് മാസം ഇതാ കഴിയാൻ പോവാൻ. ആലോചിച്ചു നോക്ക്, നമ്മൾ എന്ത് ചെയ്തു, എത്ര നന്മകൾ ചെയ്തിട്ടുണ്ട്, എത്ര സുഹൃതം ചെയ്തു. ഒരു വർഷം ഇങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു, ആയുസ്സിൽ നിന്ന് ഇങ്ങനെ തീർന്നു പോയിക്കൊണ്ടിരിക്കുന്നു. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എല്ലാ ദിവസങ്ങളും ആ ദിവസങ്ങൾ വന്നുകൊണ്ട് മനുഷ്യനോട് പറയുമത്രേ, യബ്ന ആദം, ആദമിന്റെ പൊന്നുമോനെ പൊന്നുമോളെ, ഇന്നി യൗമുൻ ജദീദ്, ഞാനൊരു പുതിയ ദിവസമാണ് വ ഇന്നി അലാ മാ യഅമലു ഫിയ ഷഹീദ്, നീ എന്നിൽ ചെയ്യുന്ന എല്ലാ നന്മ തിന്മകളും ഞാൻ സാക്ഷിയാണ്. നാളെ അള്ളാഹുവിന്റെ കോർട്ടിലെത്തുമ്പോ നീ ചെയ്തത് നന്മയാണ് എങ്കിൽ നിനക്ക് അനുകൂലമായി സാക്ഷിയാണ്. നീ ചെയ്തത് തിന്മയാണ് എങ്കിൽ നീ കള്ളു കുടിച്ചവനാണ്, നീ വ്യഭിചരിച്ചവനാണ്, നീ സിനിമ കണ്ടവനാണ്, നീ സീരിയൽ ദർശിച്ചവനാണ്, നീ അശ്ലീല ലോകത്തേക്ക് രാത്രിയുടെ യാമങ്ങളിൽ കണ്ണ് നട്ടിരുന്നതായ ചെറുപ്പക്കാരനാ, WWE അടിച്ചുകൊണ്ട് മോശപ്പെട്ട തരത്തിലേക്ക് ബ്ലൂ ഫിലിമിന്റെ ലോകത്തേക്ക്, മായാലോകത്തേക്ക് കണ്ണ് നട്ടിരുന്ന ചെറുപ്പക്കാരനാണ്, അന്യ പെണ്ണുമായി സംസാരിച്ചുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കിയവനാണ്, ആഖിറത്തെ ചിന്തിക്കാതെ കടന്നുപോയവനാണ്, ലഹരിയുടെ മായാലോകത്തിൽ വിരാജിച്ചവനാ. വഇന്നി അലാ മാ യഅമലു ഫിയ ഷഹീദ്, നീ എന്നിൽ ചെയ്തിട്ടുള്ള നീചവൃത്തികൾക്കും നീ എന്നിൽ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾക്കും എന്ത് കാര്യം ചെയ്താലും അതൊക്കെ ഞാൻ നാളെ സാക്ഷിയാണ്. അല്ലാഹുവിന്റെ കോടതിയിൽ വിളിച്ചു പറയുമേ എന്ന്, ദിവസങ്ങൾ പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എല്ലാ ദിവസവും ദിവസങ്ങൾ വന്നുകൊണ്ട് ആദം സന്തതികളോട് പറയുന്ന ഡയലോഗാണ്, യബ്ന ആദം, ആദമിന്റെ പൊന്നുമോനെ, ചൗക്കിയിലുള്ള പ്രിയപ്പെട്ട പെങ്ങളെ, സോദരി, ഇന്നി യൗമുൻ ജദീദ്, ഞാനിതാ നിനക്കൊരു പുതിയ ദിവസമാണ്. വ ഇന്നി അലാ മാ യഅമലു ഫിയ ഷഹീദ്, നീ എന്നിൽ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഞാൻ സാക്ഷിപത്രമാണ്, സാക്ഷിയാണ്. വ ഇന്നി ഇദാ ഖറബത്തി ശംസു ലം അർജി ഇലൈക്കും ഇലാ യൗമിൽ ഖിയാമ, ഇന്നത്തെ ദിവസം
ഞാൻ സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി നിന്നിൽ നിന്ന് പോകുന്നതാ. ഇനി ഒരിക്കലും നിന്നിലേക്ക് മടങ്ങി വരില്ല. ഈ ദിവസമാകുന്ന എന്നെ നീ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തണേ എന്ന് ദിവസങ്ങൾ വന്ന് നമ്മളോട് പറയുന്നുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. 2023 നമ്മളോട് പറഞ്ഞതാണ്, 24ന്റെ തുടക്കത്തിൽ നമ്മളോട് പറഞ്ഞതാണ്, ഓരോ ദിവസങ്ങൾ നമ്മളോട് വന്നുകൊണ്ട് അക്കമിട്ടുകൊണ്ട് പറഞ്ഞതാ. കേൾക്കാനുള്ള കാതില്ല, ശ്രദ്ധിക്കാനുള്ള സമയമില്ല. നമ്മൾ മുഴുവനും അലസരാണ്. കളിച്ച് നടക്കുന്നവനല്ലേ, രസിച്ച് നടക്കുന്നവനല്ലേ, ബാങ്ക് വിളിക്ക് ഉത്തരം കൊടുക്കാതെ നടക്കുന്നവനല്ലേ. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് മുമ്പാകെ ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ്, ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ് വഹുവ ഖാദിഉഹും വഇദാ ഖാമൂ ഇലാ الصلاة وإذا قاموا إلى الصلاة قاموا كسالى. നിസ്കരിക്കാൻ നിന്നാൽ മടിയാണ്, അലസതയാണ്. 20 റക്അത്ത് തറാവീഹ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിൽ ഇപ്പോഴും സംശയിക്കുന്ന സുന്നികളില്ലേ? കുറഞ്ഞ് നിസ്കരിച്ചുകൊണ്ട് മതിയാക്കുന്നവരില്ലേ? റമളാനിൽ പോലും ഖിയാമുൽ ലൈലിനെ മാറ്റിവെക്കുന്ന മുസ്ലിമില്ലേ? എത്ര മടിയാണ്. ബീവറേജിന്റെ മുന്നിൽ മണിക്കൂറുകളോളം ക്യൂ നിന്നുകൊണ്ട് ഒരു ക്വാർട്ടർ വാങ്ങിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന മുസ്ലിം അള്ളാഹുവിന്റെ മുന്നിൽ വന്നുകൊണ്ട് ഒരു മണിക്കൂർ നിന്നുകൊണ്ട് നിസ്കരിക്കാൻ തയ്യാറാകാത്ത ലജ്ജയുടെ വാഹകനായി ഈ സമുദായത്തിന്റെ മക്കൾ മാറിയില്ലേ? നഊദുബില്ലാഹ്. അല്ലാഹുവിന്റെ ഖുർആൻ വീണ്ടും പറയുകയാണ്, അവൻ നിസ്കരിക്കാൻ മടിയാണെന്ന് മാത്രമല്ല, യുറാഊനന്നാസ്, ജനങ്ങളെ കാണിച്ചുകൊണ്ട് നിസ്കരിക്കുന്നവനാണ്, ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നവനാണ്. ആളുകളെ കാണിക്കാൻ വലിയ താല്പര്യമാണ്. എന്ത് ചെയ്താലും 4 ആൾ അറിയണം. ഒരു സദക്ക കൊടുത്താൽ പോലും 10 പേരുടെ മുന്നിൽ പേര് 10 വട്ടം പറയണം. ഒരു വട്ടം പറഞ്ഞാൽ പോരാ, 10 വട്ടം പറയണം. പള്ളിയിലൂടെ മുലിയാരെ കൊണ്ട് ഒച്ചത്തിൽ പറയിക്കണം. മെഹ്റാബിലും മിമ്പറിൽ നിന്നുകൊണ്ട് അയാളുടെ പേര് ഉറക്കെ പറഞ്ഞ് തർലിയത്ത് ചെല്ലിക്കണം. എന്നാ കൊടുക്കുന്നതിന്റെ കനം കൂടും. അല്ലാതെ വലത് കൈ കൊണ്ട് കൊടുത്തിട്ട് ഇടത് കൈ അറിയാതെ കൊടുക്കുന്ന കൗമെന്ന് പറഞ്ഞ ആരെങ്കിലും ഒരാളെ കാണിക്കോ? ഒരാളെ കിട്ട അയാളെ ഇനി പ്രത്യേകം ഒന്ന് അനുമോദിക്കാൻ വേണ്ടിയിട്ട്. വലത് കൈ കൊണ്ട് കൊടുത്തിട്ട് ഇടത് കൈ അറിയാതെ കൊടുക്കുന്നവര് നമ്മൾ പറയുമല്ലോ, ഒരാളെ കാണിച്ചു തരും ഈ കാലഘട്ടത്തിൽ. എല്ലാവർക്കും പേരും പ്രശസ്തിയും മതി. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. പിന്നെ നിസ്കാരത്തിന്റെ കാര്യം പറയാനുണ്ട്. ഇബാദത്തുകളൊക്കെ ആളുകളെ കാണിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടി വലിയ താല്പര്യം. ജനങ്ങൾ പേരും പ്രശസ്തിക്കും വേണ്ടി ചെയ്യുന്നു. സ്വന്തമായി തന്നെ അത്തരത്തിൽ പേരും പ്രശസ്തിയും ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീലാ. മൂപ്പർക്ക് കോഴിക്കാരുള്ള അലസത, ശ്രദ്ധ മുഴുവൻ അങ്ങോട്ട് മറ്റുള്ളതിലാ ശ്രദ്ധ. ഇത് സാധാരണ മനുഷ്യന്റെ അവസ്ഥയാണ് ഈ പറയുന്നത്.